നമസ്കാരം. അപ്പം ഇന്നൊരു പുതിയ യാത്ര സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഒമാനിലെ സലാലൊക്കെ പോണത്. ഞാനിപ്പോൾ ഉള്ള ദമാമിലാണ്. ദമാമിൽ നിന്ന് ഒരു 1800 കിലോമീറ്റർ 1850 കിലോമീറ്റർ ഉണ്ട്. അപ്പം ഈ 1800 കിലോമീറ്റർ ഒറ്റ സ്ട്രെച്ചിന് പോകാൻ പറ്റില്ല. അപ്പം ഇന്ന് നൈറ്റ് ഒമാൻ സൗദി ബോർഡറിൻ്റെ കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്ഥലമാണ് ഫഹൂദ് കടന്നിട്ട് നാളെ രാവിലെ പോകാനാണ് പരിപാടി. അപ്പം അങ്ങനെ സലാലയിലേക്ക് നാട്ടിൽ നിന്ന് ടൂറിസ്റ്റ് വിസ 10 ദിവസത്തെ വിസ കിട്ടും. 1700 രൂപയുടെ വിസക്ക് വരാം. ഫാമിലി ആയിട്ടാണ് പോണത്. പാസ്പോർട്ട് വേണ്ട, വൈഫോടെ കടന്നുറങ്ങുന്നുണ്ട്. എൻ്റെ ബ്രദർ വരുന്നുണ്ട്. ബ്രദറും ഫാമിലിയും ഖത്തറിൽ ജോയിൻ ചെയ്യും. എന്നിട്ട് അവിടുന്ന് ബ്രദറിൻ്റെ വണ്ടിക്കാണ് പോണത്. എന്തായാലും അതിൽ പോകുന്ന പ്രത്യേകത വെച്ചാൽ റബു അൽ ഖാലിയാണ്. റബു അൽ ഖാലി ഒരു പ്രത്യേക തരം ഡെസേർട്ടാണ്. ലോകത്ത് തന്നെ സ്പെഷ്യലായിട്ടുള്ള ഡെസേർട്ടാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അത് ക്രോസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത് വെളിച്ചത്ത് ക്രോസ് ചെയ്യുന്നുണ്ട്. ഭയങ്കര പൊടിക്കാറ്റെന്നൊക്കെ പറഞ്ഞ ആ റൂട്ടിൽ. എന്തായാലും പോയി നോക്കട്ടെ. പോയി നോക്കിയിട്ട് ബാക്കി പറയാം. സൗദിയിൽ ദമാം, ജുബൈൽ, അൽഅസ തുടങ്ങിയ സ്ഥലങ്ങളിൽ കൂടെ പോകുമ്പോൾ സാധാരണ കാണുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. എണ്ണക്കിണറുകളാണ്. ഇവിടുന്നാണ് പെട്രോളും ഡീസലൊക്കെ ഉള്ള ക്രൂഡ് ഓയിൽ കുഴിച്ചെടുത്തിട്ട് നമുക്കെല്ലാം എത്തിക്കുന്നത്. അതിൻ്റെ പമ്പിങ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ എല്ലായിടത്തും കാണാം. ജോർദാൻ, ഇറാഖ്, കുവൈത്ത്, സൗദിയിലെ ദമാം, ഖഫ്ജി, ബഹ്റൈൻ എന്നിവിടങ്ങളിൽ നിന്നും UAE, ഒമാൻ, ഖത്തറിലേക്ക് പോകാനുള്ള ഷോർട്ടസ്റ്റ് വഴിയാണിത്. ഇത് പുതുതായിട്ട് തുറന്ന വഴിയാണ്. ആദ്യം ഉണ്ടായിരുന്ന റോഡ് അൽഹസ വഴിക്കായിരുന്നു. അൽഹസ വഴിക്ക് പോകുമ്പോൾ 80 കിലോമീറ്റർ കൂടുതലായിരുന്നു. ദമാം കോബാർ ഭാഗത്തു നിന്നും ഹാഫ് മൂൺ ബീച്ച്, അൽ ഉക്കേർ വഴി ആണ് റോഡ് വരുന്നത്. ഇത് പണി കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 3-4 കൊല്ലമായെങ്കിലും വണ്ടികൾക്ക് തുറന്നു കൊടുത്തത് ഇപ്പോഴാണ്. 2022 വേൾഡ് കപ്പിന് ഞാൻ വന്നപ്പോൾ ഖത്തറിൽ നിന്നും സൗദിയിലേക്ക് ദമാമിലേക്ക് വന്നത് ഈ റോഡ് കൂടെ ആയിരുന്നു. അന്ന് ഇത് റോഡ് ചെറുത് മണ്ണൊക്കെ പൊക്കി മൂടിയിട്ടുണ്ടെങ്കിലും ലാംഗ്ലൂസ് പോലത്തെ വലിയ വണ്ടികളൊക്കെ ചാടിക്കയറി പോവുകയായിരുന്നു. സൗദിയിലെ റോഡുകളിലെ വേറൊരു പ്രത്യേകത എനിക്ക് കാണുന്നത്, ഞാൻ ഇതിനു മുമ്പ് വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റോഡിൻ്റെ സൈഡിൽ ശരിക്ക് റിഫ്ലക്ടറിൻ്റെ വലിയ വലിയ കട്ടകളുണ്ട്. ശരിക്കും വണ്ടി അയിമ കയറി നമുക്ക് അറിയും. അത് കഴിഞ്ഞ് മഞ്ഞ ലൈനുണ്ട്. അത് കഴിഞ്ഞ് കാണുന്ന ചെറിയ ഗ്യാപ്പ് കട്ട് കണ്ടില്ല സൈഡിൽ കാണുന്ന റൈറ്റിൽ. അതിൻ്റെ മുകളിൽ നമ്മളത് ഉറങ്ങിപ്പോവുകയോ അല്ലെങ്കിൽ നമ്മൾ വണ്ടി പാളിപ്പോവുകയോ ചെയ്താൽ അതിൻ്റെ മുകളിൽ വണ്ടി കയറിക്കഴിഞ്ഞാൽ വണ്ടി മൊത്തം ജെർക്കിയും. ഭയങ്കര ഡിപ്പാണിത്. ജെർക്കുകയും ചെയ്യും. അതേപോലെ ഭയങ്കര സൗണ്ടും ഉണ്ടാവും. അപ്പോൾ അതിൽ നമ്മളെല്ലാവരും വണ്ടി എണീച്ച് പോകും. അതിനുവേണ്ടി കൊടുത്തൊരു സേഫ്റ്റി പിക്കേഷനാണ് കാണുന്നത്. റോഡിലെ സ്പീഡ് യൂഷ്വലി 120 km/h തന്നെയാണ്. പക്ഷേ ക്യാമറ ഇഷ്ടംപോലെ ഉണ്ട്. ഓരോ 10 കിലോമീറ്ററിലും ക്യാമറ വെച്ചിട്ടുണ്ട്. കാരണം ഖത്തറികളും സൗദികളൊക്കെ ഭയങ്കര സ്പീഡിൻ്റെ വണ്ടി ഓടിച്ചു പോവുക. അപ്പോൾ അത് പിടിക്കാൻ വേണ്ടി മാത്രം വെച്ചതാണ്. ഒട്ടകങ്ങൾ മേഞ്ഞ് നടക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്തായിട്ട് സൗദിയിൽ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് മരുഭൂമിയിലൊക്കെ പുല്ല് മുളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ശേഷം ഖത്തർ ബോർഡറിലേക്ക്, സൽവ എന്ന് പറയുന്ന ഖത്തർ ബോർഡറിലേക്ക് ഒരു 100 കിലോമീറ്റർ ഉണ്ട്. അതിൽ 50 കിലോമീറ്റർ മുമ്പ് തന്നെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കടൽ കാണാൻ പറ്റും. സ്ട്രൈറ്റായിട്ട് കിടക്കുന്ന ഈ റോട്ടിൽ കൂടെ 120 സ്പീഡ് ഒന്നുമല്ല, ഒരു 180 വിട്ടാൽ തന്നെ എന്തെങ്കിലും വണ്ടി ഓടിക്കാനൊക്കെ ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ ശേഷം ഖത്തറിൻ്റെ ബോർഡർ എത്താനായിട്ടുണ്ട്. ഖത്തറിൻ്റെ ഭാഗങ്ങൾ അപ്പുറത്ത് കാണാം. കടലിൻ്റെ അപ്പുറം കാണുന്ന മണ്ണ് ഭാഗം ഖത്തറാണ്. അവിടുത്തെ ഖത്തറിൻ്റെ റേഞ്ചാണ് കിട്ടുന്നത് മൊബൈലിൽ. അപ്പം അങ്ങനെ ഒരു 2-2.5 മണിക്കൂർ ശേഷം ഖത്തറിൻ്റെ ബോർഡറിലെത്തിയിട്ടുണ്ട്. സൽവ എന്നാണ് പറയുക. ഈ ഖത്തറിൻ്റെ ബോർഡറിൽ ഇപ്പോൾ നമ്മളെ വണ്ടി ഇവിടെ വെച്ചിട്ട് അവിടുത്തെ അനിയൻ്റെ ബ്രദറിൻ്റെ വണ്ടി കയറിയിട്ടാണ് ഇവിടുന്ന് സലാല യാത്ര പോണത്. സൗദിയിൽ നിന്നാണ് പിന്നെ ഒമാൻ ബോർഡർ പോകേണ്ടത്. അപ്പം അവരിപ്പോൾ വരും. അവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മളെ വണ്ടി ആൾക്കാർ വന്നിട്ടുണ്ട്. ഇതാണ് വണ്ടിക്ക് ഞങ്ങൾ പോണത്. എക്സ്പ്ലോർ ചെയ്യാൻ പോണ വണ്ടിയാണിത്. അപ്പം സൽവേന്ന് വണ്ടി എടുത്ത് ഞങ്ങൾ ഇവിടുന്ന് 400 കിലോമീറ്റർ കാണിക്കേണ്ട പമ്പിലേക്ക്. ആ പമ്പ് കഴിഞ്ഞാൽ പിന്നെ വേറെ പമ്പില്ല. UAE ഡയറക്ഷനിൽ പോകുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഒമാൻ ഡയറക്ഷൻ വേറെ പോണാണ്. എന്തായാലും മുന്നോട്ടുള്ള കാഴ്ചകൾ കാണാമെന്ന് ചോദിക്കും. ഇപ്പോൾ സമയം 4 മണിയായി. അപ്പോൾ ഇനിയിപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞ് ഇരുട്ടനാണ്. അതുകൊണ്ട് എത്രത്തോളം കാണാൻ പറ്റുന്ന അറിയാൻ വയ്യ. അപ്പോൾ നേരെ പോവാണെങ്കിൽ ദുബായ് ആണ്. അപ്പോൾ നമ്മൾ റബു അൽ ഖാലി അഥവാ MT ക്വാർട്ടർ വഴി ഒമാനിലേക്ക് പോകാനുള്ള വഴി ഈ ദമാം ഭാഗത്തുനിന്നും ഖത്തർ ഭാഗത്തുനിന്നൊക്കെ വരുമ്പോൾ റൈറ്റിലേക്ക് വളയുവാണ് കേട്ടോ. വളഞ്ഞ് പിന്നെ ഇനി ഇവിടുന്ന് പോയിട്ട് റിയാദിന്ന് വരുന്ന 10 റോഡ് ക്രോസ് ചെയ്തിട്ട് നേരെ പോവുക ചെയ്യുക. ഓക്കെ, നമ്മളിപ്പോൾ കഴിഞ്ഞ പെട്രോൾ പമ്പിൽ നിന്ന് ഫുൾ പെട്രോളൊക്കെ അടിച്ച് വണ്ടി ഫുള്ളാക്കിയിട്ടുണ്ട്. ദുബായ് വണ്ടികൾ നേരെ പോകും. നമ്മൾ റൈറ്റിലേക്ക് ആ ബോർഡ് നമുക്ക് നോക്കാം. ഷൈബാണ് പോകേണ്ടത് 356. അവിടെ കഴിഞ്ഞ് അടുത്ത പെട്രോൾ പമ്പ് ഉള്ളത് 10-27 ഷൈബ 382. 382 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പെട്രോൾ പമ്പ് ഉള്ളൂ കേട്ടോ.
അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് വളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഷൈബ 386 കിലോമീറ്റർ, അവിടെ 82, ഇവിടെ 86, 2 കിലോമീറ്റർ കുറവെടുത്തിയപ്പോൾ ഒരു വളവ് വളഞ്ഞപ്പോൾ സംഭവം കൊള്ളാം. ഷൈബ, റൊബോൽ ഖാലി, ഒമാൻ, നേരെ അർദ് റിയാദ്, മക്ക, റൈറ്റ്. അപ്പോൾ ഇവിടുന്ന് റൈറ്റിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ റിയാദ്, ലെഫ്റ്റിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ദുബായ്, നേരെ പോയിട്ടുണ്ടെങ്കിൽ ഒമാൻ. അരാംകോന്റെ കുറെ സൈറ്റൊക്കെ ഉണ്ട് അവിടെ, അവരൊക്കെ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ ഇത് പണ്ട്. ഇപ്പോൾ റോഡിന്റെ പണിയുടെ 5 കൊല്ലം കഴിഞ്ഞ റോഡ് കൂടെ നമ്മൾ അതിന് പോകാൻ പോവാണ്. അതിന്റെ എക്സൈറ്റ്മെന്റ് ഞങ്ങൾ എല്ലാവരിലും ഉണ്ട്. ഷൈബ റോഡ് കണ്ടു, നേരെ സ്ട്രൈറ്റ് റോഡാണ്. സ്പീഡ് 100 ഇപ്പോൾ കണ്ട്, 100 കണ്ട് ഇവിടെ 100. ഇനി കുറേയൊന്നും അറിഞ്ഞൂടാ. സിംഗിൾ റോഡാണ് കേട്ടോ, സിംഗിൾ റോഡ് ആണ്. 1 മിനിറ്റ് ഒന്ന് സ്ലോ ചെയ്തു സഹോദരൻ. അതാ കാണുന്നു ഷൈബ 381. അതാണ് അൽ റുബോൽ ഖാലിയും 560 കിലോമീറ്റർ. ഓക്കെ, റുബോൽ ഖാലി കിലോമീറ്റർ അവിടെയാണ്. അതിൻ്റെ അടുത്ത അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഒന്നുമില്ല, അവർക്ക് പേര് മാത്രമേ ഉള്ളൂ, ബോർഡർ വരുന്നത്. ഓക്കെ, നമുക്ക് റുബോൽ ഖാലി ഇന്ന് ഇരുട്ടത്തായി പോകും. അതുകൊണ്ട് തിരിച്ചു വരുന്ന വഴി റുബോൽ ഖാലി എല്ലാവരെയും കാണിച്ചു തരുന്നതാണ്. 90 കിലോമീറ്ററാണ് റോഡിലെ സ്പീഡ്. ഈ അനന്തമായി കിടക്കുന്ന റോഡിൽ കൂടെ 90 കിലോമീറ്ററിൽ പോയാൽ എപ്പോൾ എത്തുമെന്ന് അറിയില്ല. ഇതിനെല്ലാം കാരണം ഓരോ 10 കിലോമീറ്റർ ഓരോ ക്യാമറയുണ്ട്. എത്ര ദൂരം ഉണ്ടെന്ന് അറിയില്ല. എന്തായാലും പോയി നോക്കട്ടെ, ബാക്കി വരുന്നത് കാണാം. ഒരു ബോർഡ് വരുന്നല്ലോ, എന്താണ് ഹോസ് ഗേറ്റ് 5 കിലോമീറ്റർ. ഓ, അടിപൊളി പേരല്ലേ, ഹോസ് ഗേറ്റ്. അപ്പോൾ റബുവാൽ ഖാലിൻ്റെ ഒരു ഭാഗത്തൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ മെയിൻ സെൻറ്ററിലേക്ക് എത്തിയിട്ടില്ല. ഒമാൻ, UAE, സൗദി, ഈ 3 രാജ്യങ്ങളിലായിട്ട് 1000 കിലോമീറ്റർ നീളത്തിലും 500 കിലോമീറ്റർ വീതിയിലും പരന്ന് കിടക്കുന്ന അപാര മരുഭൂമിയാണ് റബുവാൽ ഖാലി എന്ന് പറഞ്ഞത്. നല്ല മണ്ണാണ്, കുഴമണ്ണാണ് ഫുള്ളായിട്ട് അധികവും. ഇരുട്ടുന്നതിന് മുമ്പ് ഞങ്ങൾ വണ്ടി ഇവിടെ നിർത്തി. മരുഭൂമിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റുമല്ലോ. ഇപ്പോൾ സമയം വൈകിട്ട് 6 മണിയായി. 1000 കിലോമീറ്റർ നീളത്തിലും 500 കിലോമീറ്റർ വീതിയിലും പരന്നു കിടക്കുന്ന ഈ എംടി ക്വാർട്ടർ എന്ന റബുവാൽ ഖാലിയിലാണ് ഒമാൻ, സൗദി, UAE എന്നിവരുടെ മെയിൻ ക്രൂഡ് ഓയിൽ ശേഖരമുള്ളത്. എപ്പോഴും നല്ല ശക്തിയുള്ള കാറ്റ് വീശുന്ന ഈ സ്ഥലത്ത് എപ്പോഴാണ് മൺകൂണകളുടെ സ്റ്റൈൽ മാറുക എന്ന് പറയാൻ പറ്റില്ല. ഇന്ന് കാണുന്ന മൺകൂനയുടെ സ്റ്റൈൽ ആയിരിക്കില്ല നാളെ കാണുന്നത്. 800 അടിയോളം അഥവാ 250 മീറ്ററിലധികം ഹൈറ്റുള്ള മൺകൂണുകളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. എന്തായാലും ഇനി ഞങ്ങൾ വൈകുന്നില്ല. ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഇനിയിപ്പോൾ ഷൂട്ട് ചെയ്തിട്ടും കാര്യമില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇനി അടുത്ത ഈ റൂട്ടിലുള്ള ഏക പെട്രോൾ പമ്പ് വെച്ച് കാണാം. സൽവ ബോർഡറിൽ നിന്ന് 400 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞ ശേഷം ഞങ്ങൾ ആ ഒരു പമ്പ്, 400 കിലോമീറ്ററിൻ്റെ പമ്പ് കേട്ടോ, ഇതാണ് ആ പമ്പ്. ഈ ഒരു പമ്പ് കഴിഞ്ഞാൽ അടുത്ത പമ്പ് ബോർഡർ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഇവിടുന്ന് പെട്രോൾ ഫുൾ ടാങ്ക് ആയിട്ടുള്ള നിർബന്ധമാണ്. ഇപ്പോൾ നമ്മൾ ഓടിയിട്ട് ഹാഫ് ടാങ്ക് ആയിട്ടുള്ള പെട്രോള്. അപ്പം ഇവിടെ ബസ്സൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ആകെ ഇത്ര നേരം ഒരു സാധനമില്ല. ഈ 320 കിലോമീറ്ററിൽ ഒരു പമ്പും ഇല്ല, ഒന്നുമില്ല, ഷോപ്പും ഇല്ല, വെള്ളം കുടിക്കാൻ സ്ഥലമില്ല, ഒന്നുമില്ല. ഇവിടെ വന്നപ്പോൾ ഇവിടെ കുറേ ലോറിയും കാര്യങ്ങളും വർഷവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെയും ഈ റോഡ് വികസിക്കുമായിരിക്കും, കുറച്ച് കഴിയുമ്പോൾ ഇനിയും പമ്പൊക്കെ ഇനി വരുമായിരിക്കും തോന്നുന്നത്. എന്നാലും ഇത് രാത്രിയായപ്പോൾ ഞങ്ങൾ പാസ് ചെയ്ത്, അതുകൊണ്ട് വേറെ ഒന്നും എടുക്കാഞ്ഞത്. അപ്പോൾ നീണ്ട ഒരു 500 കിലോമീറ്റർ ഓട്ടത്തിന് ശേഷം റബുവാൽ ഖാലി തിരിക്കുകയാണ്. ഇതാണ് റബുവാൽ ഖാലി സൗദി ചെക്ക് പോസ്റ്റിലാണ്. ഇവിടെ നിന്നാണ് സൗദി കഴിഞ്ഞ് ഒമാനിലേക്ക് കടക്കുന്ന ബോർഡർ. ഇത് ഒമാൻ അവിടെ ബോർഡർ ഉണ്ടോ, ഫെൻസിങ് അടിച്ചിരിക്കുന്നത്. ഇപ്പോൾ സമയം 11 മണി. സൗദി എമിഗ്രേഷനും കസ്റ്റംസും കടക്കാൻ പോവാണ്. അവിടെ ക്യാമറ അലൗഡ് അല്ലാത്തതുകൊണ്ട് ഇനി നമുക്ക് സൗദിയിലെ ഫോർമാറ്റുകളെല്ലാം പൂർത്തിയായ ശേഷം സൗദി എക്സിറ്റ് ആയ ശേഷം പുറത്തുനിന്നും കാണാം. പാതിരാത്രി 11 മണിക്ക് പാതിരാത്രി ആയിട്ടില്ല കേട്ടോ. നമ്മൾ ബോർഡർ കഴിഞ്ഞു, സൗദി എക്സിറ്റ് ആയി, കസ്റ്റംസും കഴിഞ്ഞു. അങ്ങനെ ഒമാനിലേക്ക് കടക്കാൻ പോവാണ്. അപ്പോൾ അങ്ങനെ ഒമാനിലേക്ക് കടക്കുകയാണ്, സുൽത്താനത്ത് ഒമാൻ. അങ്ങനെ ഒമാൻ്റെ മണ്ണിലേക്ക് കടന്നു. കുറേ ബോർഡുകളൊക്കെ വരുന്നുണ്ട്. എന്താണ് റോയൽ ഒമാൻ പോലീസ്, റബുവാൽ ഖാലി ബോർഡർ പോസ്റ്റ്, അതുപോലെ പല ബോർഡുകളും വരുന്നുണ്ട്. ഒമാൻ കസ്റ്റംസും ഇമിഗ്രേഷനും കടക്കുന്നതിന് മുമ്പായിട്ട് വണ്ടിക്കുള്ള ഒമാനിൽ ഓടാനുള്ള തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുക്കണം.
അതിന് വേണ്ടിയിട്ട് ഈ ഗവൺമെൻറ് ഓഫീസിലാണ് പോകേണ്ടത്. ഇത് ഒരു വലിയൊരു ഗവൺമെൻറ് ഓഫീസ്, അതിനകത്ത് ഇൻഷുറൻസ് ബ്രോക്കർമാരെല്ലാവരും ഇരിക്കുന്നില്ല പറഞ്ഞ് ഉള്ളിൽ പോയി നോക്കട്ടെ. അപ്പോൾ ഈ ഹോളിൽ കയറിൻ്റെ ഉടനെ തന്നെ ഒരു കഫ്റ്റീരിയ ഉണ്ട് ഇവിടെ. അതിലവിടെ കാണുന്നതാണ് ഇൻഷുറൻസ് കൗണ്ടർ. അവിടെ ഇപ്പോൾ ഇൻഷുറൻസ് എടുക്കണം, അതർ പോയിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ ഈ ഭാഗത്ത് കംപ്ലീറ്റ് കസ്റ്റംസ് ക്ലിയറൻസ് ഓഫീസറാണ്. കാരണം ലോറിയിൽ സാധനം പോകില്ല, അവർ വീട്ടിലെ ഓഫീസിലൊക്കെ കാണാനൊക്കെ. CS സേഫ് ട്രേഡ് LLC കസ്റ്റംസ് കമ്പനിയാണ് കംപ്ലീറ്റ് ഉള്ളത്. ഒമാൻ ഇമിഗ്രേഷനാണ്, അടിപൊളിയാണ്, നല്ല സെറ്റപ്പ് ആട്ടോ, സൂപ്പർ, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ. ഇമിഗ്രേഷൻ ഓഫീസർ നമുക്ക് ഒമാൻ അലുവ സ്പെഷ്യൽ തന്നിട്ടോ. ഒമാൻ അലുവ ഇമിഗ്രേഷൻ ഓഫീസർ എന്താണ് ഇമിഗ്രേഷൻ കൗണ്ടറിന് പുറത്ത് തന്നെ ഞങ്ങളുള്ളത്. അങ്ങനെ ഒമാൻ ഇമിഗ്രേഷൻ കസ്റ്റംസ് എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ സമയം 12:15. ഇനി ഞങ്ങൾ അടുത്ത ഉറങ്ങാനുള്ള സ്ഥലം തപ്പി പോവുകയാണ്. എവിടെയെന്ന് അറിഞ്ഞുകൂടാ. പോയി നോട്ട് അടുത്ത സിറ്റി കാണിക്കുന്നുണ്ട്. അവിടെ പോയി എല്ലാം സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെ കിടക്കും, എന്നിട്ട് ആ വിളിച്ച് പോകുന്നതാണ്. അപ്പം ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ ഇപ്പോൾ സമയം 9:30. അപ്പം ഇവിടുത്തെ 10:00. ഞങ്ങൾ രാത്രി റൂം അന്വേഷിച്ച് നടന്ന് അവസാനം നിസ്വ എന്ന സ്ഥലത്തെത്തി. ഇവിടുന്ന് മസ്കറ്റിലേക്ക് 150 കിലോമീറ്റർ ഉള്ളൂ. അവിടെ റൂം എടുത്ത് അവിടുന്ന് പിന്നെ ക്ഷീണം മുഴുവൻ ഉണ്ടായതല്ലോ, 2 ബോർഡറും കഴിഞ്ഞു. അതിന് പിന്നെ ആ ക്ഷീണം മുഴുവൻ അവിടെ തീർത്തു. ഉറങ്ങിയിട്ടില്ല. അങ്ങനെ ഒരു സെമി ഉറക്കമൊക്കെ ഉറങ്ങി എണീറ്റ് രാവിലെ 9:30 സ്ഥലത്തിലേക്ക് വണ്ടി വിട്ടു. അതാണ് ഉണ്ടായത്. ഞാൻ വണ്ടി ഓടിക്കുകയാണ്, അതുകൊണ്ട് അങ്ങോട്ട് നോക്കാത്തത്. പിന്നെ ഇന്നലെ പ്രത്യേക സംഭവം ഉണ്ടായി. റോയൽ ഒമാൻ പോലീസ് ഇമിഗ്രേഷൻ നമ്മൾ ഞെട്ടിച്ചിറങ്ങി. ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങൾ ഒമാൻ അലുവ സ്വീകരിച്ച്. അപ്പോൾ ഇന്നലെ ഫോട്ടോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര സംഭവമായി പോയി. നല്ല സ്വീകരണം, നല്ല ഒരു ഇമിഗ്രേഷൻ ഓഫീസും കാര്യങ്ങളൊക്കെ. എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു റോയൽ ഒമാൻ ഇമിഗ്രേഷൻ്റെ. ഇപ്പം നിസ്വ ഇങ്ങനെ പോകുന്നൊരു 5 കിലോമീറ്ററായി. ഇനി ഇങ്ങനെ ഒരു 900 കിലോമീറ്ററോളം പോകാനുണ്ട്. ഓക്കെ, വൈകുന്നേരത്തായിരിക്കും. ഇനി 799 കിലോമീറ്റർ കൂടെ പോകാനുണ്ട്. ഒരു അനന്തമായ റോഡ് കേട്ടോ, ഒന്നും കാണാനില്ല. 2 സൈഡും കാലി, ഒരു ഒന്നുമില്ല, വെറും പരന്ന മണ്ണ് മാത്രം. വല്ലാത്ത റോഡ് തന്നെ കേട്ടോ, അല്ലാണ്ട് ബോറടിക്കേണ്ട യാത്ര. സുഹൃത്തുക്കളെ, അന്തമില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ് കുറേ നേരം തുടങ്ങിയിട്ട്. രാവിലെ 10 മണിക്ക് തുടങ്ങിയതാണ്. അന്തമില്ലാത്ത മരുഭൂമി. MT കോട്ടനാണ്. MT കോട്ടൻ്റെ ഒമാൻ ഭാഗത്ത് വഴി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു മരം പോലും ഇല്ല കാണിച്ചപ്പോൾ. ഇനി ഇവിടുന്ന് ഒരു 4 മണിക്കൂർ കൂടെ പോകണം, എന്നാലേ നമ്മൾ സ്ഥലത്തുള്ളൂ. അപ്പം ആ മരുവിൻ്റെ കാഴ്ച കാണിച്ച് കഴിഞ്ഞ് സൗദിനോട് എടുക്കുകയാണ്. എന്നിട്ട് സൗദിൻ്റെ അടുത്ത് കൂടെ പോയിട്ട് അങ്ങനെ താഴത്തേക്ക് പോയിട്ട് സ്ഥലത്തെത്തും. ഒരു പ്രത്യേകതരം മരുഭൂമി. ഇങ്ങനെ സൗദിയിൽ മരുഭൂമി ഞാൻ കണ്ടില്ല കേട്ടോ. സൗദിയിൽ ഞാൻ ഏകദേശം എല്ലാ ഭാഗത്തും യാത്ര ചെയ്ത ആളാണ്. പക്ഷെ ഇങ്ങനെ മരുഭൂമി സൗദി ഞാൻ കണ്ടിട്ടില്ല. ഇല്ല സിംഗിൾ റോഡാണ്. ഡബിൾ റോഡായത് ഷൈമ വരെ. ഷൈമ കഴിഞ്ഞ ശേഷം പിന്നെ അങ്ങോട്ട് റോഡ് സിംഗിളായി. ഇടയ്ക്ക് ഓരോ വണ്ടിക്കാർ കാണുന്നുണ്ട്. എല്ലാവരും നല്ല പോക്കാ. ക്യാമറ കാര്യങ്ങളൊന്നുമില്ല. 150-200 പോകാത്തില്ല. ഇത് കണ്ട റോഡ് കണ്ടല്ലേ. ഇങ്ങനെ ഡ്രൈ സ്ഥലം, ഷൈമാൻ സ്ഥലം ഒരു ഡ്രൈവ് ഭയങ്കര. നാനൂറ് കിലോമീറ്റർ ബാക്കിയുണ്ട്. ഒരു പെട്രോൾ പമ്പിൽ നിർത്തിയാണ്. ഷെല്ല് കമ്പനി പെട്രോൾ പമ്പാണ്. ഷെൽ കമ്പനി പെട്രോൾ പമ്പ് വേറെ എവിടെയും കണ്ടില്ല, ഒമാനിലേ കണ്ടുള്ളൂ ഞാൻ കേട്ടോ. നീറ്റ് ആൻഡ് ക്ലിയർ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവിടെ പ്രത്യേകമായിട്ട് ഇപ്പോൾ ഈ കാണുന്ന വണ്ടികൾ, സ്ഥലം പോകുമ്പോൾ കാണുന്ന വണ്ടികൾ 70% വണ്ടി പുറത്തെ രജിസ്ട്രേഷനാണ്. അബുദാബി, ദുബായ്, ഷാർജ, ഖത്തർ, സൗദി. എന്തായാലും സംഭവം കൊള്ളാം. അങ്ങനത്തെ ഒരു മരുഭൂമി, പ്രത്യേകിച്ചൊന്നുമില്ല. ഒരേ മരുഭൂമി കഴിഞ്ഞ് ഒരു 300-350 കിലോമീറ്റർ ആയിട്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് തന്നെ അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്കും ഇതേമാതിരി തന്നെ ഒരു സൗദീൻ്റെ ബോർഡർ അടുത്തുകൊണ്ടിരിക്കുകയാണ് തിരിച്ച്. എന്നിട്ട് പിന്നെ താഴത്തേക്ക് ഇറങ്ങിപ്പോകും, തലയിലേക്ക്. അപ്പോഴൊക്കെ എന്തായാലും ഇതെന്തൊക്കെ ഉണ്ട്, ഒന്നുമില്ല, ഒരു മരമോ ഒന്നുമില്ല. ഇവിടെ വന്നപ്പോഴേ കുറച്ച് മരങ്ങൾ ഈ പെട്രോൾ പമ്പിൽ പരിസരത്ത് മാത്രമേ ഉള്ളൂ, എവിടെയെങ്കിലും ഒന്നും കാണില്ല.
പെട്രോളിന് പൈസ 2.39 2.18 സൗദിയിൽ. സൗദി 2.18 2.39. ഖത്തറിൽ 1.98 1.91 എന്താണ്. അപ്പോൾ പൈസ കൂടുതല പൊതുവെ ഒമാനിൽ കേട്ടോ. അപ്പോൾ ഇവിടെ ഞങ്ങൾ പെട്രോളൊക്കെ ഫുൾ ടാങ്ക് ആക്കി വണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും കാണാനില്ല, ഇതേമാതിരി 2 ഭാഗം മണ്ണ് മാത്രം. അപ്പം ഉറക്കക്ഷീണം നല്ലതുണ്ട്. ഞാൻ ഇനി ഉറങ്ങി എണീക്കട്ടെ, സലാലെത്തിയിട്ട് കാണാം. അപ്പം സലാലയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 80 കിലോമീറ്റർ ബാക്കിയുണ്ട്. ടെറൈൻ കംപ്ലീറ്റ് മാറി. ഇപ്പോൾ ചെറിയ മലകളായി പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ റോഡിൽ ക്യാമറ വന്നു. പിന്നെ ഇപ്പോൾ ഇവിടെ കഴിഞ്ഞൊരു ജംഗ്ഷന് റൈറ്റിലേക്ക് ഒരു 180 കിലോമീറ്റർ വേണ്ടിയിൽ യമൻ്റെ ബോർഡർ വരും. സലാലിൻ്റെ അടുത്താണ് യമൻ്റെ ബോർഡർ. അത് നല്ല റോഡാണ്. ഇപ്പം റോഡ് ഡിവൈഡറൊക്കെ വന്ന് സിംഗിൾ റോഡ് മാറി ഡബിൾ റോഡായി. കുറേ മാറ്റങ്ങൾ വന്നു. ഉറങ്ങി എനിക്ക് പോലും കുറേ മാറ്റങ്ങൾ വന്നു. സമയം ഇപ്പോൾ 6 മണിയായി. ഒരു 6 മണിക്ക് കൊണ്ട് ഞങ്ങൾ സലാലിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. സലാലിനോട് അടുക്കും തോറും ഭൂപ്രകൃതി മാറി മാറി വരികയാണ്. ഇപ്പോൾ കംപ്ലീറ്റ് മലകൾ കണ്ടു തുടങ്ങി. വലിയ മലകൾ 2 ഭാഗത്തും. ഇത്രയും നേരം ഒന്നും കാണാതെ ഒന്നും കാണാനില്ലാതെ ആനന്ദമായി ഓടിയതിനൊക്കെ ഒരു ഉത്തരം ആണ് ഇതെന്ന് പറയാം. അത്രയും നല്ല രസമുണ്ട് കാണാൻ. മല വെട്ടിപ്പൊളിച്ച റോഡുകളും പിന്നെ മൊത്തത്തിലൊരു ഭംഗി. കാരണം ഈ സലാല ഒരു കടൽ തീരത്താണ്. അതിനു മുമ്പുള്ളൊരു നമ്മുടെ നാട്ടിലെ പശ്ചിമഘട്ടം പോലെ ഒരു മല കയറി ഇറങ്ങണം ഇനി. അപ്പോൾ ആ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ താഴത്ത് ഇറങ്ങിയാലാണ് സലാല വരിക. അപ്പോൾ അങ്ങനെ കയറി കുന്നിൻ്റെ മുകളിലെത്തിയിട്ടുണ്ട്. ഇനിയും താഴത്തെ കറക്കമാണ്. നല്ല രസമുണ്ട് കാണാൻ. ഏറ്റവും മുകളിലാണല്ലോ. അതുകൂടാണ്ട് ഈ കാണുന്ന മലകളൊക്കെ മഴക്കാലത്ത് കംപ്ലീറ്റ് പച്ച കളറായിരിക്കും. പിന്നെ ആ 2 മലയുടെ ഇടയിൽ കൂടെ കാണുന്ന ഗ്യാപ്പ് അതാണ് സലാല ടൗണ്. നമ്മൾ അങ്ങോട്ടേക്കാണ് ഇറങ്ങാൻ പോണത്. എന്തായാലും ഞങ്ങൾ അങ്ങോട്ടേക്ക് ഇറങ്ങട്ടെ. അപ്പോൾ വീണ്ടും ഇറക്കാണ്. ഏകദേശം 1 കിലോമീറ്റർ ആയിട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ താന്നുകൊണ്ട് $700 കിലോമീറ്ററോളം വേറും ഡ്രൈ ആയിരുന്നു, ഒരു സാധനം ഇല്ലാണ്ട്. പക്ഷേ ഇവിടുത്തെ ആകെ മാറി മൊത്തം മാറി. അതൊരു ബന്ധമില്ലാത്ത പോലെയായി പോയി. അല്ല, ഇതാകെ മൊത്തം മാറി. ഭയങ്കര വ്യത്യാസമല്ലേ? അല്ലേ? ഒട്ടകം കുറേ ഉണ്ട് ഇവിടെ ഈ കുന്നിൻ്റെ മുകളാണെങ്കിലും. അപ്പം നമ്മൾ താഴത്തേക്ക് ഇറങ്ങാം കേട്ടോ. ഒരു കയറ്റം കയറി ഒരു 1 കിലോമീറ്റർ ഹൈറ്റിലായിരുന്നു. താഴത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. താഴത്തിറങ്ങി അത് പ്ലെയിൻ ഏരിയ നേരത്തെ കാണണം കേട്ടോ. ഇത് സീ ലെവലിലേക്ക് പോകണം. ഇവിടെ ബീച്ച് ഉണ്ടല്ലോ സലാല. അപ്പോൾ ആ കയറിയ കയറ്റം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സലാല ടൗൺ മുമ്പിൽ കാണാം. അപ്പുറത്തെ ബീച്ചും കാണാം. നേരെ നോക്കി കടൽ കാണാം. അറബിക്കടലിൻ്റെ ഒറിജിനൽ രൂപം. അപ്പോൾ വലിയൊരു മല ഇറങ്ങി. ഈ മലനിരകൾ ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് ആക്ച്വലി യമൻ്റെ തലസ്ഥാനമായിട്ടുള്ള സന, പിന്നെ സൗദിയിലെ അബഹ, അൽബഹ, തായിഫ്, മദീന എല്ലാം ഈ ഒരു ഹൈറ്റിലാണ്. ഈ മലകളാണ് ഇതിൻ്റെ താഴത്തേക്ക് നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തെങ്ങ് സാധനം കാണാൻ തുടങ്ങി. ഇത് മെയിൻ നമ്മൾ വരുമ്പോൾ ഫസ്റ്റ് റൗണ്ട് ബോട്ടാണ്. വലിയ റൗണ്ട് ബോട്ടാണ്. ഇവിടുത്തെ ഇപ്പോൾ തെങ്ങാണ് കാണുന്നതൊക്കെ. ഈത്തപ്പഴ കാണുന്നൊരു തെങ്ങ് കാണുമ്പോൾ ഒരു അത്ഭുതം, അത്രേ ഉള്ളൂ. അപ്പോൾ സലാല സിറ്റിയിലേക്കുള്ള റോഡാണ്. ഇത് അവിടെയൊക്കെ ഫുള്ള് തെങ്ങ്. ഇത് നമ്മുടെ നാട്ടിലെ ഒരു ഇതിപ്പോൾ ഇങ്ങനെ നോക്കിയാൽ നമ്മളെ നാട്ടിലോട്ട് പോകുമ്പോൾ ഇല്ലേ തെങ്ങ് കണ്ടോ? പുല്ലൊക്കെ വെച്ച് തെങ്ങുണ്ടോ? ഫുള്ള് തെങ്ങ. ഇടയ്ക്ക് ആ ഭാഗത്ത് തെങ്ങ ഫുള്ള്. പക്ഷേ തെങ്ങിന് അടിഭാഗം കുറച്ച് കട്ടിയുണ്ടല്ലോ അല്ലേ? വെറൈറ്റി തെങ്ങാണ്. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നുണ്ട് എയർപോർട്ടിൻ്റെ ഇവിടെ.
സലാല എയർപോർട്ടിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നുണ്ട്. കറക്റ്റ് കാണാം. എയർ അറേബ്യ ആണല്ലോ. ക്യാമറ ഇവിടെ ക്യാമറ സ്റ്റൈലെ പോലെ അടിപൊളി ക്യാമറയാണ്. ക്യാമറ ഫ്ലൈറ്റ് സലാല എയർപോർട്ട് റൈറ്റ് സൈഡിലാണ് സലാല എയർപോർട്ടുള്ളത്. ഫുള്ള് തെങ്ങാട്ടോ. അടിപൊളിയുണ്ട്. നല്ല പുല്ലൊക്കെ വെച്ച് നല്ല ഭംഗി ആയിട്ടുണ്ട്. ചെടിയൊക്കെ വെച്ചിട്ട് ഗാർഡനൊക്കെ സെറ്റാക്കി അടിപൊളിയാക്കിയിട്ടുണ്ട്. ആഹാ. കാരണം നമ്മളിതിങ്ങനെ ആഹാ എന്നൊക്കെ പറയാൻ കാരണം ഈ കഴിഞ്ഞൊരു 700-750 കിലോമീറ്റർ ഒന്നുമില്ല, വെറും ഡ്രൈ ലാൻഡും കണ്ട് ഒരു മരം പോലും ഇല്ലാണ്ട് അങ്ങനെ വന്നവിടെ പോലെ. അതാ റബ്ബു അൽ ഖാലി MT ക്വാർട്ടറിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ അത്ര ചൂടുമായിരുന്നു. വണ്ടി ഡോറും തുറന്ന് പുറത്തിറങ്ങാൻ വയ്യ. വളരെ അധികം ചൂടായിരുന്നു. 38-40 ഡിഗ്രി ചൂട് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറഞ്ഞ ശേഷം 30 ഡിഗ്രി കുറഞ്ഞു. മുകളിൽ കുറച്ച് വളരെ കുറവായിരുന്നു. അടിപൊളി ഫ്ലൈ ഓവറൊക്കെ ഉണ്ട്. സീനറുണ്ട്. ഇഷ്ടംപോലെ റിസോർട്ടുണ്ട് ഇവിടെ. ഇതാ ഒരു മഴ വീണ സമയത്ത് ഭയങ്കര രസമുണ്ട്. എന്നാണ് പറഞ്ഞിട്ടില്ല, നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ. ഇപ്പം സീസണല്ല, നമുക്ക് വരാൻ ഇപ്പം പറ്റിയോണ്ടാണ് നമ്മളിപ്പോൾ വന്നത്. സിറ്റി സെൻ്റർ ഇങ്ങോട്ട് തന്നെയാണ് അല്ലേ. സിറ്റി സെൻ്റർ നേരെ പോയിട്ടാണ്. അപ്പോൾ ഇതാണ് എയർപോർട്ട്, സലാല എയർപോർട്ട്. റോഡ് നോക്കിക്കോ. സലാല എയർബേസാണ്. എൻ്റെ അപ്പുറത്ത് എയർപോർട്ടുണ്ട്. നമ്മൾ റോഡിൽ കയറി. ഇവിടെ റോഡ്, ഇവിടെ വേറെ രീതിയിൽ കംപ്ലീറ്റ് തെങ്ങിനുണ്ടോ. വലിയ ഇത് നമ്മുടെ നാട്ടിലെ വലിയ തെങ്ങാട്ടോ. നേരത്തെ കണ്ട തെങ്ങല്ല, വലിയ തെങ്ങാണ്. നല്ല ഭംഗി. കാരണം നല്ല വെടിക്ക് നല്ല പൂവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഭയങ്കര വ്യത്യാസം. ആ ഒരു 700 കിലോമീറ്റർ നമ്മൾ ഭ്രാന്ത് പിടിച്ച് വരികയായിരുന്നു ഒന്നും കാണാൻ ട്രൈ ആയിട്ട്. അതിൻ്റെ കംപ്ലീറ്റ് ആ വിഷമം ഇവിടുത്തെ മാറി തന്നെ പറയാം. രണ്ട് സൈഡും അതിന് മാത്രം കാണാനുണ്ട്. തെങ്ങും വലിയ ഗ്രാൻഡ് മോസ്ക് ഉണ്ടല്ലോ, കാബൂസ് മോസ്ക് അതുകൊണ്ട്. പിന്നെ അടുക്കല്ല പൂ വെച്ചിട്ടൊന്നും പറഞ്ഞിട്ട് തീരില്ല. ഓക്കെ, ഇപ്പോൾ സലാല ടൗണിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഹോട്ടൽ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. ബുക്ക് ചെയ്ത ഹോട്ടലിൽ എത്താനായി തോന്നുന്നു. 5 മിനിറ്റ് 1 കിലോമീറ്റർ കൂടെ ഉള്ളൂ. അങ്ങനെ 1900 കിലോമീറ്ററുകൾ ഓടിയ ശേഷം സലാലയിലെ സത്യേട്ടൻ്റെ കടയിൽ നിന്നും കേരള ചായയും കടിയും കഴിച്ച ശേഷം ഈ കാണുന്ന ലുബാൻ ഹൗസ് എന്ന ഹോട്ടലിൽ റൂമെടുത്തു. അപ്പോൾ സലാലയിലെ മനോഹരമായ കാഴ്ചകൾ അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.